ഇപ്പോഴത്തെ സിനിമയുടെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ. നമ്മളിപ്പോൾ ദൃശ്യമായാലും നേരെ എല്ലാം ഈ ട്വിസ്റ്റുകളിൽ കൂടെ ഒരു പടം വിജയിപ്പിച്ചെടുക്കുന്ന അവസ്ഥയാണ് മൊത്തത്തിൽ കാണുന്നത്. പക്ഷേ ഇത് നേർരേഖയിൽ പോകുന്ന ഒരു ഒരു കഥ വെറുതെ നേർരേഖയിൽ കൊണ്ടുപോയിട്ട് സാധാരണ ഒരു കഥ വളരെ മനോഹരമായിട്ട് അവസാനിപ്പിച്ച, അതായത് ഫീൽ ചെയ്യിപ്പിച്ച ഒരു ഫിലിമാണ്. അപ്പോൾ അത് ഈ സോസൈസിൽ പോകുന്ന ആ കാര്യം എന്നോട് ചോദിക്കണ്ട. അല്ല, കൽബ് ഉള്ളവർക്കല്ലേ കൽബിൽ പതിയുള്ളൂ. പതിഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും പതിഞ്ഞിട്ടുണ്ട്. സൂപ്പർ ഫിലിം, ഒന്നും പറയാനില്ല. സാഹിത്യക്ക് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഈവൻ ദോ കുറേ നാൾ ഇത് ഷൂട്ട് പോയെങ്കിലും ഈസ് ഡൺ എ സൂപ്പർ ഫിനോമിനൽ ജോബ്, ഇൻക്ലൂഡിങ് പ്രകാശ് അലക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് വരെ നല്ല ഫീലും നല്ല ഇമോഷണലായിട്ട് എല്ലാ സീനായാലും ഏത് ഫ്രെയിമായാലും എക്സ്ട്രീംലി ഇമോഷണൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ഇതിൽ പോലും ഐ ഡോണ്ട് ഫീൽ എനി ഡ്രാഗ് ഓർ എനിത്തിങ്. പക്ഷേ നല്ല രീതിയിൽ ഇതെടുത്തിട്ടുള്ളത്. ഐ ഹോപ്പ് ഈ പടം ഇതുപോലത്തെ മോർ ഫിലിംസ് കം. ആൻഡ് രഞ്ജിത്ത് ആക്ടിങ് ഇസ് ഓൾസോ ഡൺ സൂപ്പർ, എസ്പെഷ്യലി നെഹയുടെ ഫസ്റ്റ് ഫിലിമാണെന്ന് ഒരിക്കലും പറയത്തില്ല. ബട്ട് ഐ ഹോപ്പ് ഇനി ഇതുപോലെ നെഹ ആൻഡ് രഞ്ജിത്ത് ബോത്ത് കം അപ്പ് റിയലി വെൽ ആൻഡ് ദിസ് മൂവി ഇസ് റിയലി കളർഫുൾ. സ്നേഹിച്ച് വരുന്ന പിള്ളേരെ ഒന്നും വെറുക്കരുത്, കല്യാണം കഴിച്ചു കൊടുക്കണമെന്നൊരു സൂചന പോലെയാണ് ഉമ്മക്ക് മനസ്സിലായത്. ഞങ്ങൾ ആ രീതിയിലായിരുന്നു, ആ സിനിമയിലും അത് തന്നെ കാണുന്നു. അല്ല, സൂപ്പർ സിനിമ, ഒരു പ്രണയം ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പടം തന്നെയാണ് കൽബ്. അത് ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കുമല്ലോ. ഇപ്പോൾ കൽബ് കണ്ടു കഴിയുമ്പോൾ പ്രണയം ഉള്ളിലുള്ളവർക്ക് അത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ആളുകളുടെ ചോയ്സ് എന്ന് പറയുന്നത് അത് വിയേഡാണ്. നല്ല പടങ്ങൾ ഫ്ലോപ്പ് ആവാം. പേഴ്സണലി നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ വൺ ഹിറ്റ് അടിച്ചെന്ന് വരാം. സെക്കൻഡ് ഹാഫ് നല്ല രസമാണ്. ആര് കഴിയുമ്പോൾ നല്ല ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. ഓ, ഒരു കുഴപ്പമില്ല, ഫാമിലിയായിട്ട് കാണാം. ഫാമിലിയായിട്ട് കാണാം, ഒരു പ്രശ്നമില്ല. നമ്മുടെ മനസ്സുള്ളവൻ്റെ കൽബ് സാജിദ എടുത്തോണ്ട് പോയി. അവസാനം 20 മിനിറ്റ് ഒരു രക്ഷയില്ല. നമ്മുടെ ഭയങ്കരമായിട്ട് ഇമോഷൻ വർക്ക് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്തു. മനസ്സിൽ ഭയങ്കര ഏതാ എനിക്ക് സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല കേട്ടോ. ആ 20 മിനിറ്റ് ഒരു സൈലൻ്റ് ആയിട്ട് എല്ലാവരും ഏറ്റെടുക്കും. ഒരു മാറ്റമില്ല. സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര സൂപ്പറാണ്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, ഭയങ്കര നല്ലതാണ്. ഇത് ടീനേജ് പിള്ളേരുടെ, കോളേജ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാത്തരം ഇമോഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. ഫാമിലി, ലവ്, ഒരു അച്ഛൻ മകൻ ബോണ്ട് ഭയങ്കര രസമായിട്ടുണ്ട്. സ്പെഷ്യലി മ്യൂസിക്കലി അടിപൊളിയായിട്ടുണ്ട്. കൽബ് പതിഞ്ഞിരിക്കും. ഇതിൽ നിന്നുള്ള ടേക്ക് അവേ എന്തായിരിക്കും? പ്രണയത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ച്വലി എല്ലാ റിലേഷനും ഉണ്ട്. പ്രണയം മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പ്രണയമുണ്ട്, പിന്നെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എല്ലാം വളരെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷണലാണ്. നല്ല കരഞ്ഞു പോകും പടം കണ്ടു കഴിയുമ്പോൾ. ഒരു ഫ്രെയിമും നല്ലതാണ്, മാത്രമല്ല കാസ്റ്റിങ്ങും നല്ലതാണ്, മ്യൂസിക്കും കൊള്ളാം. പോരായ്മയായിട്ട് പറയാനോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല സോങ്സും പ്ലേസിംഗ് ഒക്കെ കറക്റ്റായിട്ട് തന്നെയായിരുന്നു. നല്ല ഇമോഷണലി നമ്മൾ കണക്ട് ചെയ്ത് വിടുന്ന ഒരു സിനിമ തന്നെയാണ്. കൽബിൽ പതിഞ്ഞോ? കൽബ് അതിൽ പതിഞ്ഞിട്ടുണ്ട്.